80s-ലെ 10 കിടിലൻ മലയാളം ത്രില്ലർ പടങ്ങൾ. ഒരു ടി എസ്റ്റേറ്റ് കമ്പനി അസിസ്റ്റന്റ് മാനേജർ ജയരാജൻ 2 സഹപ്രവർത്തകർക്കൊപ്പം കമ്പനിയുടെ പണം മോഷ്ടിക്കാൻ തീരുമാനിക്കുന്നു. പക്ഷെ അയാൾക്ക് ക്രൂരതയുടെ ഉയരങ്ങൾ തേടാൻ ഒരു മടിയും ഉണ്ടായിരുന്നില്ല. ചിത്രം 84-ൽ MT വാസുദേവൻ നായർ രചിച്ച് ഐ.വി. ശശി സംവിധാനം ചെയ്ത് മോഹൻലാൽ, റഹ്മാൻ, നെടുമുടി വേണു, കാജൽ കിരൺ തുടങ്ങിയവർ അഭിനയിച്ച ഉയരങ്ങളിൽ. സ്കൂളിൽ നിന്നും പോയ ഒരു വിനോദയാത്ര ക്യാൻസൽ ആകുന്നു. അതിൽ പങ്കെടുത്ത ഒരു പെൺകുട്ടി മാത്രം തിരിച്ചു വീട്ടിലെത്തുന്നില്ല. തുടർന്നുള്ള കേസന്വേഷണം. ചിത്രം 85-ൽ ബാബു മാത്യൂസ് എഴുതി KN ശശിധരൻ സംവിധാനം ചെയ്ത് ജയഭാരതി, ഭരത് ഗോപി, മമ്മൂട്ടി തുടങ്ങിയവർ അഭിനയിച്ച കാണാതായ പെൺകുട്ടി. റൈറ്റേഴ്സ് ബ്ലോക്ക് അനുഭവപ്പെട്ട ഒരു നാടകകൃത്ത് കഥ എഴുതാൻ മാറി താമസിച്ച വീട്ടിൽ പേടിച്ചരണ്ട ഒരു പെൺകുട്ടി എത്തുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളും. ചിത്രം 87-ൽ KG ജോർജിന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി, ദേവി ലളിത തുടങ്ങിയവർ അഭിനയിച്ച കഥയ്ക്ക് പിന്നിൽ. പുതിയ നഗരത്തിൽ ജോലിക്കായിട്ട് വന്ന വിശ്വനാഥനെ അവിടുത്തെ ഒരു കൊടും ക്രിമിനലായി തെറ്റിദ്ധരിക്കപ്പെടുകയും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളും. ജയറാമിന്റെ ആദ്യത്തെ സിനിമ. ചിത്രം പത്മരാജൻ രചനയും സംവിധാനവും നിർവഹിച്ച് 88-ൽ ജയറാം, ശോഭന, മുകേഷ്, പാർവതി, ശാരി തുടങ്ങിയവർ അഭിനയിച്ച അപരൻ. ജോൺസൺ മാഷിന്റെ കിടിലൻ സ്കോറുള്ള പടം. സമ്പന്നനായ ഔസേപ്പച്ചന്റെ മകന്റെ ഭാര്യ ഓമനയെ മരിച്ച നിലയിൽ കാണപ്പെടുന്നു. ആത്മഹത്യയായി എഴുതി തള്ളിയ കേസ് CBI ഓഫീസർ സേതു രാമയ്യർ അന്വേഷിക്കുന്ന കഥ. അക്കാലത്തെ ട്രെൻഡ് സെറ്ററും CBI സീരീസിലെ ആദ്യത്തെ പടവുമാണ് ചിത്രം 88-ൽ SN സ്വാമി രചിച്ച് K മധു സംവിധാനം ചെയ്ത് മമ്മൂട്ടി നായകനായ ഒരു CBI ഡയറിക്കുറിപ്പ്. സക്കറിയയും സുഹൃത്തുക്കളും പുറത്തു കടക്കാനാകാത്ത വിധം അരപ്പെട്ട കെട്ടിയതുപോലെ ഒരു വേശ്യാലയത്തിൽ പെട്ടുപോകുന്നതും അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള അവരുടെ ശ്രമവും. പടം 86-ൽ P പത്മരാജൻ സംവിധാനം ചെയ്ത് മമ്മൂട്ടി, നെടുമുടി വേണു, സുകുമാരി തുടങ്ങിയവർ അഭിനയിച്ച അരപ്പെട്ട കെട്ടിയ ഗ്രാമത്തിൽ. ഹരികൃഷ്ണൻ എന്ന സംവിധായകൻ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുന്നു. കേസ് അന്വേഷിക്കാനായിട്ട് DYSP അച്യുതൻകുട്ടി എത്തുന്നു. ചിത്രം മമ്മൂട്ടി, മോഹൻലാൽ, റഹ്മാൻ, കാർത്തിക, ശ്രീപ്രിയ എന്നിവരൊക്കെ അഭിനയിച്ച് പത്മരാജൻ സംവിധാനം ചെയ്ത് 86-ൽ ഇറങ്ങിയ കരിയില കാറ്റ് പോലെ. ഒരു സമ്പന്ന കുടുംബത്തിലെ ഇളയ കണ്ണിയായിട്ടുള്ള ബേബി കോളേജിൽ ചിലർ പ്രശ്നങ്ങളൊക്കെ ഒപ്പിച്ചിട്ട് നാട്ടിൽ വന്ന് നിൽക്കുകയാണ്. ആ വീട്ടിൽ പിന്നീട് നടക്കുന്ന ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ പറയുന്ന സിനിമ. ചിത്രം 85-ൽ KG ജോർജ് രചനയും സംവിധാനം നിർവഹിച്ച് ഗണേഷ്, തിലകൻ, ശ്രീവിദ്യ, രാധ ഒക്കെ അഭിനയിച്ച ഇരകൾ. സെലീന എന്ന യുവ കവയത്രിയുടെ ആത്മഹത്യയുടെ കാരണം അവരുടെ ഭർത്താവിന്റെ സുഹൃത്തായിട്ടുള്ള ബാലചന്ദ്രൻ അന്വേഷിക്കുന്ന കഥ. MT വാസുദേവൻ നായർ ഒരുക്കിയ തിരക്കഥ. ചിത്രം 89-ൽ VK പവിത്രൻ സംവിധാനം ചെയ്ത് മമ്മൂട്ടി, സുപർണ, സുകുമാരൻ, പാർവതി തുടങ്ങിയവർ അഭിനയിച്ച ഉത്തരം. ഇനി നമ്പർ 1 മൂവി. ഭാവന തിയേറ്റേഴ്സ് എന്ന നാടക സമിതിയിലെ തബലിസ്റ്റ് അയ്യപ്പനെ കാണാതാകുന്നു. കേസ് അന്വേഷിക്കാനായിട്ട് സബ് ഇൻസ്പെക്ടർ ജേക്കബ് ഈരാളി എത്തുന്നു. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറും ഇന്ത്യയിലെ തന്നെ കൾട്ട് ക്ലാസിക്കുകളിലൊന്നും. പടം KG ജോർജ് സംവിധാനം ചെയ്ത് ഭരത് ഗോപി, മമ്മൂട്ടി, ജലജ തുടങ്ങിയവർ അഭിനയിച്ച് 82-ൽ റിലീസായ യവനിക.